അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലീനയെ കൂട്ടി തോട്ടമൊക്കെ കാണിച്ചിട്ട് സ്റ്റാലിലെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ആന്റപ്പൻ ഓടി ഇറങ്ങി അങ്ങോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അതെ സാബെ, കേരള സാബിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. താനെന്തു പറഞ്ഞു? എസ്റ്റേറ്റ് കാണിക്കാൻ പോയിരിക്കുവായിരുന്നു. എസ്റ്റേറ്റ് കാണിക്കാനോ? ആരെ കാണിക്കാന്? അല്ല, ഈ അലീന കുഞ്ഞിനെ തന്നോട് ആര് പറഞ്ഞോളൂ അങ്ങനെ പറയാനായിട്ട്? എസ്റ്റേറ്റ് പോയിരിക്കുകയാണെന്ന് പറഞ്ഞാ പോരായിരുന്നോ തനിക്ക്? അയ്യോ സാറേ, അറിയാതെ എന്റെ വായിന്ന് അങ്ങനെ വീണുപോയി. പിന്നെ അറിയാതെ വീണുപോയി. ഇപ്പൊ തന്റെ 2 പല്ലാണ് താഴെ വീഴണ്ടേ. സോറി സാബ് എന്ന് പറഞ്ഞു. അല്ല, എന്നിട്ട് അപ്പച്ചൻ എന്തു പറഞ്ഞു? അത് പിന്നെ സാബ് വന്നാൽ ഉടനെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാലിയുടെ മുഖം പെട്ടെന്ന് വാടുന്ന അലീന ശ്രദ്ധിച്ചു. വാടുക മാത്രമല്ല, ആകെപ്പാടെ വല്ലാത്ത ദേഷ്യവും കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്ത് ചെയ്തു? സ്റ്റാലിൽ ചാവട്ടി കുലിക്ക് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അലീന ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് ആന്റപ്പന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അതെ ആന്റപ്പൻ ചേട്ടൻ കുളം കലക്കിയോ? എന്ത് ചെയ്യാൻ എന്റെ കുഞ്ഞെ, ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. ഇത് കയ്യബദ്ധം അല്ലല്ലോ, വാക്കബദ്ധം അല്ലേ? അല്ല, ഞാൻ ആരാണെന്ന് ആന്റപ്പൻ ചേട്ടൻ പറഞ്ഞത്? അതെ, എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. അനാഥയത്തിൽ വളർന്ന പെൺകുട്ടിയാണെന്ന്, പേര് അലീനയെന്നാന്നൊക്കെ, വീട്ടുവായലക്കാരിയാണെന്ന് എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞു. അതേതായാലും നന്നായി എന്ന് അലീന പറഞ്ഞു. ഒടുവില് സ്റ്റാലിനെ അകത്തേക്ക് കയറിയിട്ട് അവധിക്കുടിച്ചാനെ വിളിക്കുകയാണ്. അവധിക്കുടിച്ചാൻ ആകെപ്പാടെ സമനില തെറ്റിയ മട്ടിലാണ് സംസാരിക്കുന്നത്. എടാ, നീ എന്നോടൊരു വാക്ക് പറഞ്ഞോ? ആ പെണ്ണിനെ വിളിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് നീ എന്നോട് ചോദിച്ചോ? അത് പിന്നെ അപ്പച്ചന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലായിരുന്നോ? എടാ, അങ്ങനെ ഒരു മകളുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞു. പക്ഷേങ്കിലും നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു, എടാ അങ്ങനെയുള്ളതിനൊന്നും നിർത്ത് തലയിലേക്ക് വെക്കേണ്ടത്. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ ഒരു ബുദ്ധിമോശം പോയി കാണിച്ചേ? അത് പിന്നെ അപ്പച്ച, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്തു. എനിക്കപ്പോ ആരോടും ഒരു അഭിപ്രായം ചോദിക്കാനൊന്നും തോന്നിയില്ല. പിന്നെ എനിക്കിപ്പോ ആരെ ബോധ്യപ്പെടുത്താനാ? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എടാ, നിന്റെ അപ്പനല്ലേ ഞാന്. നിന്റെ അപ്പനായി എന്നോട് നീ ഒന്ന് സമാധാനം പറയണ്ടേ? നിന്റെ ഭാര്യയോടും മക്കളോടും പറയണ്ടേ? അല്ല, അവളുടെ കുടുംബക്കാരോടും വേണ്ടേ? പള്ളിക്കാരോടും പട്ടക്കാരോടും പറയണ്ടേ? അല്ല, നിനക്ക് ബന്ധം അടുപ്പമുള്ള നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയണ്ടേ? ഇതിന്റെ ഭവിഷ്യത്തുകളെല്ലാം എന്താന്ന് എനിക്കറിയാം. എന്ത് വന്നാലും അതൊക്കെ താങ്ങാൻ തയ്യാറായിട്ടുള്ള ഡിസിഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്റ്റാലിൻ അങ്ങോട്ട് തീർത്തു പറഞ്ഞു. സ്റ്റാലിക്ക് വേറൊന്നും പറയാൻ തോന്നിയില്ല. എടാ, അങ്ങനെ എന്ത് വന്നാലും നീ തന്നെ സഹിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചോ? ഇതിന്റെ വരുംവരായികളെ കുറിച്ച് നീ ചിന്തിച്ചോ? എത്ര പേര് അനുഭവിക്കാൻ ലാലിച്ച? അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പച്ചനിപ്പോ പറയണേ? എടാ, ആ പെണ്ണ് നിന്റെ മകളാണെന്നെങ്ങാനും നീ ആരോടേലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, ഇരി ചെവി അറിയാതെ നമുക്കിതങ്ങോട്ട് തീർത്തേക്കാന്ന് പറഞ്ഞു. എന്ന് വെച്ചാല്, എടാ അതെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. രാത്രി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു. അല്ലേ വേണ്ട, നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു. എങ്കിൽ ശരി, രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, അവൾക്ക് ഇവിടെ വന്നിട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത മട്ട. എന്റെ ലാലിച്ച, പിന്നെ എന്താ ഒരു തടസ്സം? എങ്കിൽ പിന്നെ അവളെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടാ പോരെ? ഇവിടെ എന്നെ കൊണ്ടിരുത്തേണ്ട കാര്യമുണ്ടോ? നീ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാ മതി. അത് പിന്നെ അപ്പച്ച, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റുമോ? 10-23 വർഷക്കാലം ഒരു അനാഥ മന്ദിരത്തില്. മതി. നീ ഇനി കൂടുതലൊന്നും പറയണ്ട. ഞാൻ നാളെ രാവിലെ അവിടെയുണ്ട്. പിന്നെ നിന്റെ ഒരു കാര്യത്തിന് ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോഴേക്കും സ്റ്റാലിൻ പറഞ്ഞു, അല്ലപ്പച്ച, അത് എടാ, ആ പാലക്കാരി പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിന്റെ കാര്യത്തിൽ ഞാൻ തടസ്സം നിന്നിട്ടുണ്ടോ? പിന്നെ ഇനിയിപ്പം നിന്റെ ഈ മകളുണ്ടല്ലോ, ഇവളുടെ കാര്യത്തിൽ ഞാൻ അല്പം എതിരെ നിൽക്കാൻ പോവാ. ഒന്നെങ്കിൽ നീ എന്നെ ചവിട്ടി പുറത്താക്കണം, അല്ലെങ്കിൽ അവളെ. അപ്പച്ചൻ വിചാരിക്കുന്ന പോലെ ഒന്നൊരു പെൺകുട്ടിയൊന്നും അല്ല അലീന. പിന്നെ ലാലിച്ച, കിട്ടിയാ പോകാത്ത ആരെങ്കിലും ഉണ്ടോ? നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പോടാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും സ്റ്റാലിൻ പറയാം എന്തേലും അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴത്തേനും മറുവശത്ത് ഫോണ് ഡിസ്കണക്ട് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഇങ്ങനെ സ്റ്റാലിൻ ഫോണൊക്കെ പിടിച്ചിങ്ങനെ നിന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നല്ല ദേഷ്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴേക്ക് സ്റ്റാലിക്ക് തോന്നി അലീനെ ഒന്ന് കാണണമെന്ന്. സ്റ്റാലിൻ വരാന്തയിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച അലീന നായക്കുട്ടികൾ കളിച്ചോണ്ടിരിക്കുന്നതാണ്. അലീനയ്ക്ക് വേറെന്ത് പരിപാടി?
അവിടെയാണെങ്കിലോ ഈ ഫ്ലൈങ് ഡിസ്ക് ഉണ്ടായിരുന്നു, അത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് അലീന. അവറ്റകൾ അത് വെച്ചോണ്ട് കളിക്കുന്നു, അത് കടിച്ചെടുത്തോണ്ട് അലീനയ്ക്ക് കൊടുക്കുന്നു. ഒരുപക്ഷെ ആന്റപ്പനായിരിക്കണം ആ ഫ്ലൈങ് ഡിസ്ക് ഒക്കെ എടുത്തു കൊടുത്തതെന്ന് സ്റ്റാലിക്ക് തോന്നി. കുറച്ചു സമയം സ്റ്റാലി ഇങ്ങനെ അലീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ നോക്കി നിൽക്കെ അയാൾക്ക് പെട്ടെന്ന് തോന്നിയത് അയാളുടെ അമ്മച്ചിയുടെ ചെറുപ്പമാണ്. ആ അമ്മച്ചിയുടെ അതേ സ്വഭാവ ഗുണങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള ഇവൾക്കാണ്. ആ നെറ്റി, തലമുടിയും, കണ്ണും, മൂക്കും, ചിരിയും എല്ലാം അങ്ങനെ തന്നെ. പിന്നെ ഒരു കാര്യം, അമ്മച്ചിയേക്കാൾ ബുദ്ധിമതിയാണ്. ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് ആരെ എതിർക്കാനായിട്ട് അവൾക്ക് മടിയില്ല. അമ്മച്ചിക്ക് അങ്ങനെ ഒരു ധൈര്യം ഇല്ലായിരുന്നു. അമ്മച്ചി അങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അപ്പച്ചൻ പറയുന്ന അതേപടി തന്നെ തെറ്റായാലും ശരിയാണെങ്കിലും അമ്മച്ചി അനുസരിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവളങ്ങനെയല്ല. തെറ്റുടന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ റിട്ടയർഡ് കാണാൻ സ്റ്റാൻലി ജോസഫിനെ പോലും ചോദ്യം ചെയ്ത് കളയും. അങ്ങനെ സ്റ്റാൻലി ഇങ്ങനെ അവളെ തന്നെ നോക്കിയിരിക്കുന്ന സമയത്താണ് അലീന പെട്ടെന്ന് മുഖം ഉയർത്തി നോക്കിയത്. തന്നെ തന്റെ പപ്പ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൾ ആകെപ്പാടെ ഒന്ന് ചൂളി. പെട്ടെന്ന് ഒരു ചമ്മലൊക്കെ തോന്നി. പെട്ടെന്ന് കളി നിർത്തി. ആ സമയത്ത് സ്റ്റാൻലി കളി തുടർന്നോളാൻ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. പിന്നെ അലീന അവിടെ ഇരുന്നു. കാരണം സ്റ്റാൻലി അവൾക്കൊരു വല്ലാത്തൊരു പേടിയാണോ എന്താ എന്നും പറയാനായിട്ട് വേർതിരിച്ച് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവധിക്കുട്ടിച്ചായും പിറ്റേ ദിവസം വരുവാണ്. അവധിക്കുട്ടിച്ചായും വീട്ടിലേക്ക് വരുമെന്ന് അറിഞ്ഞപ്പോ തന്നെ സ്റ്റാൻലിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അപ്പച്ചൻ വന്നിട്ട് എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്ന് അറിയില്ല. ബൈജു അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവധിക്കുട്ടിച്ചായ ചോദിച്ചു, എടാ രാവിലെ പട്ടികളൊക്കെ അടിച്ചു വിട്ടിരിക്കണോ? ഓ പേടിക്കൊന്നും വേണ്ട, അതെ ആന്റപ്പച്ചേട്ടൻ നോക്കിക്കോളും എന്നൊക്കെ ബൈജു പറഞ്ഞു. അവധിക്കുട്ടിച്ചാൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ആ വാക്ക് സ്റ്റിക്കൊക്കെ പിടിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അപ്പോഴേക്കും ആന്റപ്പം പുറത്തേക്ക് വന്നു. അതെ വാ, അകത്തേക്ക് വാ, കേരള സാബ് ഇപ്പൊ പറഞ്ഞോളൂ അപ്പച്ചൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ. അങ്ങനെ എന്ത് ചെയ്തു, ആന്റപ്പന അവധിക്കുട്ടിച്ചായനെ ആനയിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം അവധിക്കുട്ടിച്ചായൻ അകത്തേക്ക് കയറി കഴിയുമ്പോ സ്റ്റാൻലി മേശപ്പുറത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മദ്യക്കുപ്പികള്, ഗ്ലാസുകള് എല്ലാം. പിന്നെ സെറ്റിയുടെ അടുത്ത് തന്നെ സ്റ്റാൻലിയോടൊപ്പം നായ്ക്കുട്ടികളും ഉണ്ടായിരുന്നു. അത് സ്ഥിരമാണ്. ഒന്ന് രണ്ട് നായ്ക്കുട്ടികള് സ്റ്റാൻലിയുടെ ഇടതും വലതുമൊക്കെ ആയിട്ടിരിക്കും. അപ്പോഴേക്കും അവധിക്കുട്ടിച്ചായന് ഒരു ലേശം അമ്പരപ്പോട് കൂടി ചോദിച്ചു, നീ രാവിലെ തന്നെ തുടങ്ങിയോ? അങ്ങനെയൊന്നുമില്ല, അപ്പച്ചന്റെ വരവ് പ്രമാണിച്ച് എല്ലാം ഒന്ന് ഒരുക്കി വെച്ചേക്കാന്ന് കരുതി. അതെ, നീ എനിക്ക് വലിയ സൽക്കാരമൊന്നും നടത്തൊന്നും വേണ്ട, എനിക്ക് തിരിച്ചു പോകേണ്ടതാ. എനിക്ക് പുനലൂര് എന്നിട്ട് വേറെ പണിയൊക്കെ ഉണ്ട്. വേണ്ടെങ്കി വേണ്ട, അപ്പച്ചൻ ഇവിടെ വന്നിരിക്കുക. എന്താണെങ്കിലും അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് സ്റ്റാൻലി ഒന്ന് നോക്കിയിട്ട് ഇത്തിരി നീരസത്തോടു കൂടിയൊക്കെയിട്ടാണ് എതിരെ ഇരിക്കുന്നത്. പിന്നീട് സ്റ്റാൻലി എന്ത് ചെയ്തു, 2 ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് മദ്യം പകരുവാണ്. അപ്പോഴേക്കും അവധി കുടിച്ചാൻ ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു സ്മോള്, ഇതിവിടെ കിട്ടുന്ന സാധനമൊന്നും അല്ലെന്നേ, എന്റെ ഒരു ഫ്രണ്ട് ഫിലിപ്പീൻസ് വന്നത് കൊണ്ടുവന്ന. വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലേ? ഇതെന്നെ അപ്പച്ച എപ്പോഴും കിട്ടത്തില്ലാത്ത സാധനമാ, അപ്പച്ചനൊന്ന് കുടിക്കുന്നത്. ഒടുവില് അവധി കുടിച്ചാൻ എന്ത് ചെയ്തു, സ്റ്റാൻലിയെ മദ്യ ഗ്ലാസ്സിലേക്ക് മാറി മാറി ഒന്ന് നോക്കി. ഒടുവില് സ്റ്റാൻലി പറഞ്ഞു, അപ്പച്ചന് വേണോ വേണ്ടയോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ കുടിക്കാൻ പോവാന്ന് പറഞ്ഞോണ്ട് സ്റ്റാൻലി കുറച്ചും കൂടി കുടിക്കണം. ഇതെന്താടാ, വെള്ളം ഒഴിക്കാതെയൊക്കെയാണോ നീ ഇങ്ങനെ കുടിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ സ്റ്റാൻലി ഒരു ചെറിയ പുഞ്ചിരിയോടെ എന്ത് ചെയ്തു, കുറച്ച് സോഡയും അതുപോലെ തന്നെ വെള്ളവും കൂടെ ഗ്ലാസ്സിലേക്കൊക്കെ പറന്നു, മദ്യത്തിലേക്ക് പറന്നു. അങ്ങനെ അത് ഒറ്റ വലിക്ക് വീണ്ടും മോന്തുവാണ്. രുചിച്ച് കഴിക്കേണ്ട സാധനമാടാ, അല്ലാതെ ഒറ്റ വലിക്ക് അത് കുടിക്കൊന്നും അല്ല വേണ്ടേന്ന് പറഞ്ഞു. എല്ലാം ഒന്നു തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവധി കുടിച്ചാനെ തോന്നി തനിക്കും ഇത്തിരി കുടിക്കണമെന്ന്. ഒടുവിൽ അവധി കുട്ടിച്ചാനെ ഇച്ചിരി വാങ്ങിച്ചു കുടിക്കുവാണ്. അല്ലപ്പച്ച, അപ്പച്ചൻ എന്നെ വലിയ കുറ്റം പറഞ്ഞിട്ടെന്താ അപ്പച്ചന് വെട്ടി വിഴുങ്ങുന്നേന്ന് ചോദിച്ചു. എടാ അങ്ങനെയൊന്നും കഴിച്ചിട്ട് കാര്യമില്ല, ഒറ്റപ്പിടുത്തത്തിന് കുടിക്കണം, എങ്കിലും ഒരു സുഖം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സ്റ്റാൻലി ഒന്ന് ചിരിച്ചു. അല്ല, ഈ പറയുന്ന ആൽബർട്ടും റോബർട്ടും ഒക്കെ അപ്പച്ചനെ സൽക്കരിക്കാറുണ്ടോ? പിന്നെ വല്ലപ്പോഴും അങ്ങനെ തുള്ളി തന്നാലായി. നിന്റെ അടുത്ത് വരുമ്പോഴല്ലാടാ എനിക്ക് മനസ്സറിഞ്ഞൊന്ന് കുടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വല്ലതും കഴിക്കണം കുടിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. ശരി ശരി, അല്ല നീ അവളെ ഇങ്ങ് വിളിച്ചേ, ഞാൻ അവളെ ഇന്ന് കാണട്ടേന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും വിളിച്ചാൽ അവള് വരത്തൊന്നുമില്ല. ഈ മദ്യപാനം പുകവലിയും നടക്കുന്ന മുറിയിലേക്ക് അവള് കാലെടുത്തൊന്നും വെക്കില്ല. അത്രയ്ക്ക് വലിയ അഹങ്കാരിയാണ് അവള്. അതെ, ആരും വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. ഇതേ ലാലിച്ച, ഇതിപ്പോ അവൾ ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല കേട്ടോ. നീ അവളെ എന്റെ കൂടെ പുനലൂർക്ക് വിട്ടേക്ക്. അവിടെയാകുമ്പോൾ ചോദിക്കുന്നതോടെ നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധം പറയാം. ചിന്നമ്മയുടെ അഞ്ചത്തിയുടെ മോളുടെ മോളാണെന്നോ എന്റെ പെങ്ങളുടെ കൊച്ചുമോളാണെന്നോ
എന്നിട്ട് ഇപ്പൊ അതൊക്കെ നമുക്ക് അവിടുന്ന് അവളെ അങ്ങ് നാട് കടത്താം. ഓ, അപ്പച്ചൻ എന്ത് വർത്താനോ അപ്പച്ച പറയണേ? അങ്ങനെ നാട് കടത്താനാണെങ്കിൽ അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരേണ്ട കാര്യമുണ്ടോ എന്ന് സ്റ്റാൻലി പറഞ്ഞു. എടാ, നാട് കടത്താന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുക എന്നല്ല. നിന്റെ മോളല്ലേ, അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഉടനെ തന്നെ എവിടെയെങ്കിലും കല്യാണം ഓലോചിച്ച് നടത്തി അയക്കുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചേ. എടാ, വയസ്സ് 10-24 എന്നാലൊരു കല്യാണം വേണ്ടതാണല്ലോ. അച്ഛാ, അങ്ങനെയല്ലല്ലോ. അവൾക്കൊരു നീതി കിട്ടണ്ടേ? 10-23 വർഷക്കാലം നീതി കൊടുക്കാം. നല്ല നിലയിൽ കല്യാണം കഴിപ്പിക്കാം. ഗൾഫുകാരനെ കൊണ്ടോ ബോംബെയിലോ ഡൽഹിയിലോ ഉദ്യോഗമുള്ളവരെ കൊണ്ടോ നല്ല നിലയിൽ ജീവിച്ചാ പോരെ, ഇവിടെ നിർത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാലി പറഞ്ഞു, അല്ല അപ്പച്ചൻ ഒരെണ്ണം കൂടെ ഒഴിക്കട്ടെ. ഇപ്പൊ വേണ്ട, ശരിയാകത്തില്ല. നീ അവളെ ഒന്ന് വിളിക്ക്, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അവളെ കണ്ടിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താന്ന് പറഞ്ഞു. എവിടെ അവള്? അതൊക്കെ പറഞ്ഞുകൊണ്ട് അവധി കുടിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. സ്റ്റാലി എന്ത് ചെയ്തു? തന്റെ ഗ്ലാസ്സിലുള്ള പകുതിയും കൂടെ കുടിച്ചിട്ട് ഗ്ലാസ് ടീപ്പോയിൽ വെച്ചു. അപ്പച്ചൻ വാ എന്നും പറഞ്ഞോണ്ട് അവധി കുട്ടിച്ചാനെ വിളിച്ചോണ്ട് അലിയനെ മുറിയിൽ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചാരി ഇരുന്ന വാതിൽ തട്ടി വിളിച്ചിട്ട് അകത്തൊന്നും അനക്കൊന്നും കേൾക്കുന്നില്ല. സ്റ്റാലി വാതിൽ തുറന്നു. അകത്താരെയും കാണുന്നില്ല. ആന്റിപ്പനെന്ന് പറഞ്ഞോണ്ട് സ്റ്റാലി ഉറക്കം വിളിക്കണം. അപ്പോഴേക്കും എവിടെന്നോ അയാൾ ഓടി വന്നു. അലിയന എവിടെ? കിച്ചണിലുണ്ട്. ഇവിടെ വരാൻ പറ. ആന്റിപ്പൻ പെട്ടെന്ന് തിരിച്ചുപോയി. അപ്പച്ചൻ കാരുവ സ്റ്റാലി അവധി കുടിച്ചാനെ മുറിയിലേക്ക് കയറ്റി. എടാ, ഇത് ഞാൻ ഇന്നാള് വന്ന് കണ്ടപ്പോ കണ്ട മുറിയല്ലല്ലോ ലാലിച്ച, നീ ഇത് പുതുക്കി പണിതോ? അത്ഭുതത്തോട് കൂടിയിട്ടാണ് അവധി കുടിച്ചാനെ ചോദിക്കുന്നേ. അങ്ങനെയൊന്നുമില്ല അപ്പച്ച, ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അവൾക്കൊന്നിനും ഒരു കുറവ് വരുത്താൻ തോന്നലല്ലോ. എടാ, എന്നാലും ഇതൊരു കൊട്ടാരം പോലത്തെ മുറി ആക്കണമായിരുന്നോ? കൊട്ടാരം മരത്തിൽ എന്നല്ലേ അപ്പച്ച നമ്മുടെ പേര്, അതൊട്ടും കുറയ്ക്കേണ്ടെന്ന് കരുതി. അങ്ങനെ ഓതുക്കുട്ടിച്ചായന് അതിശയത്തോടെ മുറിയിലെ സൗകര്യങ്ങളൊക്കെ നോക്കി കാണുവാണ്. അപ്പോഴേക്കും ഇടനാഴിയിൽ ആരോ ഓടി വരുന്നൊരു കാലച്ചയും കേട്ടു. പപ്പ എന്നെ വിളിച്ചു വന്നൊരു ചോദ്യം കേട്ടു. ഓതുക്കുട്ടിച്ചാൻ എന്ത് ചെയ്തു? ബാക്കി സ്റ്റിക്കൊക്കെ നിലത്തോന്നി പതിയെ തിരിഞ്ഞു നോക്കുവാണ്. വാതിക്കൽ ഒരു പെൺകുട്ടി ചെറിയ കിതപ്പോടുകൂടി വന്ന് നിൽക്കുന്നുണ്ട്. ഓതുക്കുട്ടിച്ചായൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. വീണ്ടും അവളെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. പെട്ടെന്ന് അയാളുടെ മനസ്സ് 10-15 വർഷം പിന്നിലേക്ക് പോയി. അതായത് തന്റെ ഭാര്യ ചിന്നമ്മയുടെ തല സ്വരൂപമാണ് വാതിക്ക കാണുന്നത്. അന്ന് ചട്ടയും കച്ചമുറിയുമായിരുന്നു ചിന്നമ്മയുടെ കല്യാണ വേഷം. ഇവൾ സാരി അണിഞ്ഞിരിക്കുന്നു. മരിച്ചുപോയാളെ വീണ്ടും ജീവനോ കണ്ടപോലെ അവധിക്കുടിച്ചാലും ദേഹം കുളിരുപോരി. പെട്ടെന്ന് സ്റ്റാലി പറഞ്ഞു, ഇങ്ങോട്ട് കേറുക. അലീനയ്ക്ക് തെല്ലിനു മടിയുണ്ടായിരുന്നു. അലീന മുറിക്കുള്ളിലേക്ക് അങ്ങോട്ട് കയറി വന്നു. അപ്പോഴേക്കും സ്റ്റാലി പറഞ്ഞു, അപ്പച്ച ഇവളാണ് കക്ഷി. അലീന, ഇതാണ് നിന്റെ വല്യപ്പച്ചൻ, അതായത് എന്റെ അപ്പച്ചൻ. പെട്ടെന്ന് അലീന അവധി കുടിച്ചാനെ നോക്കി, എന്നിട്ട് നമസ്കാരം പറഞ്ഞു. പക്ഷെ ആ സമയത്തും അവധി കുട്ടിച്ചാൻ ആ ആദ്യത്തെ ഷോക്കിൽ നിന്ന് ഒന്നും മുക്തനായിട്ടുണ്ടായിരുന്നില്ല. ആകപ്പാടെ വല്ലാത്തൊരവസ്ഥ തരിച്ചു നിൽക്കുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഒടുവില് തന്നെ ഇങ്ങനെ നോക്കുന്ന കണ്ടു കഴിഞ്ഞപ്പത്തിനും അലീനയ്ക്ക് അല്പം ജാളിയെ തോന്നി. കാരണം അവധി കുടിച്ചാൻ കണ്ണു പറിക്കാതെ എങ്ങ് നോക്കി നിൽക്കുന്നേ. പക്ഷെ അവധി കുടിച്ചാനും മനസ്സവിടെ എങ്ങും അല്ല, തന്റെ ഭാര്യയുടെ അടുത്തായിരുന്നു. കാരണം അവൾ ആദ്യം കണ്ട ആ ഒരു രംഗമായിരുന്നു. പെട്ടെന്ന് അവളൊരു ഒന്നും മുരണായിരിക്കും നോക്കി. എന്നിട്ട് പതിഞ്ഞ സ്ഥലത്ത് ചോദിച്ചു, അല്ല വല്യപ്പച്ചന്റെ പേരെന്താ? പെട്ടെന്ന് അവധി കുടിച്ചാൻ എന്ത് ചെയ്യുന്നു? ഓരോ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ കണ്ണു പിടിച്ചു നോക്കി. തന്റെ പേരെന്താന്ന് പോലും അയാൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കൊട്ടാരം മരത്തിൽ അവധി കുടിച്ചാൻ എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. സ്റ്റാലിയാണ് അത് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. അതെ, അവധി കുട്ടിച്ചാന് ചെറിയൊരു ചമ്മലോട് കൂടിയിട്ടാണ് അവധി കുടിച്ചാൻ അത് പറയണത്. അതെ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, അത് കഴിഞ്ഞ് ഞാൻ വരാമെന്നും പറഞ്ഞോണ്ട് സ്റ്റാലി അങ്ങോട്ട് മുറി വിട്ടുപോയി. അലീന കൗതുകത്തോട് കൂടിയിട്ട് അവധി കുടിച്ചാനെ നോക്കുവാണ്. അയാൾക്കാണെങ്കിലോ അവളോട് എന്തു പറയണമെന്നൊരു എത്തും പിടിയും കിട്ടിയതുമില്ല. അതുകൊണ്ട് പിന്നെ ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അപ്പോഴേക്കും അലീന ചെറിയ ചിരിയോട് പറഞ്ഞു, അതെ, ഭാഗം പെട്ടിയൊക്കെ അടിക്ക് തയ്യാറായി നിൽക്കുക ഞാൻ. എന്തിന് പോകാനായിട്ട്? എങ്ങോട്ട് പോകാനായിട്ട്? അതറിയില്ല. ആന്റപ്പഞ്ഞാണ്ട് എന്നോട് പറഞ്ഞു പോകാൻ റെഡിയായിരുന്നോളനെ. പപ്പയുടെ അപ്പച്ചനും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നാലുടനെ എന്നെ ഇവിടുന്ന് പാർപ്പിക്കുന്ന. ഞാനാണെങ്കിൽ എപ്പോഴേ റെഡി. അത് കുടിച്ചാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാതെ ഒന്ന് ചമ്മിപ്പോയി. കാരണം അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അലീന ഇങ്ങനെ പറയുമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന അവധി കുടിച്ചാൻ നോക്കണം. അല്ല, അവൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അല്ല, ആന്റപ്പൻ പറഞ്ഞ് ശരിയല്ലേ? എന്നോട് ഭയങ്കര ദേഷ്യത്തിലല്ലേ വല്യപ്പച്ചൻ പറഞ്ഞ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അവധി കുടിച്ചാനും മനസ്സ് വല്ലാതെയായിപ്പോയി. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കള്ളം പറയാനും ഒഴിഞ്ഞു മാറാനും ഒന്നും പറ്റുന്നില്ല.
ശരിയാ, അതൊക്കെ സംഭവിച്ചു. എന്നാലും ആരാലും എന്താണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. പെട്ടെന്ന് അവൻ അവധി കുടിച്ചാൻ്റെ മുഖത്ത് വലിയൊരു ഗൗരവം കാര്യങ്ങളൊക്കെ വന്നു. ഇത് കേട്ടതും അലീന പറഞ്ഞു, അല്ല വല്യപ്പച്ചനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കുറ്റം എന്റേതാ. ഞാനിങ്ങോട്ടേക്ക് വരാൻ പോലും പാടില്ലായിരുന്നു. എനിക്കൊട്ടും പാകമല്ലാത്തൊരു സ്ഥലമാ. ഇവിടുത്തെ രീതികളുമായിട്ട് ഇണങ്ങി ചേരാൻ പോലും പറ്റുന്നില്ല. പപ്പ എനിക്ക് വേണ്ടി വാങ്ങിത്തന്ന ഡ്രസ്സുകൾ പോലും എനിക്ക് പാകമല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ ഇവിടെ ഒരു അനാവശ്യ വസ്തുവാ. ഇരുമ്പ് സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കടയില് വലിയൊരു പാവക്കുട്ടിയെ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് കുടിക്കാൻ ചോദിച്ചു, അല്ല ഇത്രയ്ക്ക് മോശം സ്ഥലമാണോ അത്? സ്ഥലമല്ല മോശം, കാലാവസ്ഥയും ചുറ്റുപാടുകളാ. ഒരു ചെടി കൊണ്ട് നട്ട് വെള്ളം ഒഴിച്ചാൽ അത് വേര് പിടിച്ച് വളർന്നോളും. ഒരു മരം പറിച്ചുകൊണ്ട് നട്ടാലോ, എത്രയൊക്കെ വെള്ളവും കൊടുത്താലും വേരുകളൊക്കെ ചീഞ്ഞ് ശിഖരങ്ങളൊക്കെ ഉണങ്ങി ഇലകളെല്ലാം കൂടെ കൊഴിഞ്ഞ് ആ മരവും നശിക്കും. അത് നിൽക്കുന്ന സ്ഥലവും വൃത്തികേടാവും. അതിനു വേണ്ടി ചെയ്ത പ്രയത്നങ്ങളൊക്കെ വെറുതെ പാഴായി പോവില്ലേ? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവത് കുട്ടിച്ചാൻ അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അതുകൊണ്ടേ വല്യപ്പച്ചന് എന്നെ പറഞ്ഞയച്ചാൽ എനിക്ക് അതിനകത്ത് ഒരു ടെൻഷനും ഇല്ല, സന്തോഷമുള്ളൂ. ഞാനിവിടെ താമസിക്കുന്നുണ്ട് ആർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെന്നേ. പിന്നെ മറിച്ച് കുഴപ്പങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പപ്പയുടെ ഭാര്യ, മക്കള്, മറ്റു ബന്ധുക്കള്. പിന്നെ ഇങ്ങോട്ട് വരണമെന്ന് ആശിച്ചു വന്നൊന്നുമല്ല ഞാന്. കടപ്പാട്ടൊരു അച്ഛന്റെ കടമ ചെയ്തതാ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. പപ്പയും വല്യപ്പച്ചനെയൊക്കെ കാണാൻ പറ്റിയല്ലോ. ആ സന്തോഷം തന്നെ ധാരാളം. ഞാൻ പോയിക്കോളാം. പക്ഷെ അവതക്കുട്ടി ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചേ. ശത്രുവളയത്തിൽ നിന്ന പോലെ നുഴഞ്ഞു കയറി വന്നൊരു പെണ്ണ്. അവളുടെ ആലോചന മകളായിരിക്കണം. എന്നാൽ അവളുടെ വരവിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കണം. ഒരു വിഷവത്തായി കുടുംബ ചുറ്റുപാടി വളർന്നു പറയാൻ സാധ്യതയുള്ളവളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ആ രീതിയിലൂടെ ആണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അവധി കുടിച്ചാനും കുളത്തൂപ്പടിക്ക് വന്ന് പുനലൂരുന്നത്. പക്ഷെ എല്ലാം ഒരു നിമിഷം കൂടെ തകടം പറഞ്ഞു. പൂ പോലെ ഒരു പെൺകിടാവ്. അവൾക്കാണെങ്കിലോ ഒരു സ്വാർത്ഥ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഒന്ന് സ്വന്തമാക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഈ ഇണങ്ങാത്ത സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി. അപ്പോഴേക്കും അത് കുടിച്ചാൻ പെട്ടെന്ന് അവിടെ കസലിലേക്ക് ഇരുന്നു. അതെ, ഇവിടെ ഒന്നൊരു ചൂലെടുത്ത് നിന്നെ അടിച്ചോടിക്കാനൊന്നും വന്നതല്ല ഈ വല്യപ്പച്ചൻ. നീ ഇരിക്കുമോളെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അല്ല വല്യപ്പച്ചനെ കുടിക്കാൻ എന്താ വേണ്ടേ? അത് കുടിക്കാനൊക്കെ അവൻ തന്നെന്ന് പറഞ്ഞു. അലീനെ പെട്ടെന്ന് മുഖം തിരിച്ചൊന്ന് നോക്കി. അപ്പോഴേക്കും അവധി കുടിച്ചാൻ ഇങ്ങനെ ഓർത്തു, ചെറുപ്പത്തിലെ കൂട്ടുകാരോടൊക്കെ കൂട്ടുകൂടി കള്ളും കുടിച്ചിട്ട് പാതിരാക്കി കയറി വരുമ്പോഴത്തേനും ചിന്നമ്മയുടെ ഒരു നോട്ടമുണ്ട്. അതേ നോട്ടം തന്നെയാണ് ഇപ്പൊ നോക്കുന്നത്. അതിനകത്ത് പരിഭവമുണ്ട്, സങ്കടമുണ്ട്, സ്നേഹത്തോടെയുള്ള ശാസനയുണ്ട്, ഒരല്പം ദേഷ്യവും അപേക്ഷയും ഒക്കെ ഉണ്ട്. പിന്നെയും വേർതിരിച്ചാനാവാത്ത അനേക അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവധി കുടിച്ചാൻ അതൊക്കെ ഓർത്ത് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ്. എന്തായാലും ലാലിച്ചന്റെ മോളാണല്ലോ നീ. ലാലിച്ചനോ? അലീന അതിശയത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. സ്റ്റാലിലേക്ക് ചിന്നമ്മ ഇട്ട പേരാ. ചിന്നമ്മ എന്ന് വെച്ചാൽ എന്റെ ഭാര്യ, നിന്റെ വെല്ലുമ്മച്ചി. പാവം മരിച്ചുപോയി. സ്റ്റാലിനെ അവൾ അങ്ങനെ വിളിക്കത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളും അതെന്നെ വിളിച്ച് ശീലിച്ചു. അപ്പോഴേക്കും അലീനയൊന്നും ആ പേരുരുട്ടു. ലാലിച്ചന. കൊള്ളാം. പക്ഷേ ആ പേരൊട്ടും ചേരുന്നില്ല. റിട്ടയർഡ് കേണല് സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് തന്നെയാ നല്ല ചേർച്ചയെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവത് കുട്ടിച്ചാനൊന്ന് ഉറക്കെ ചിരിച്ചു. അല്ല എന്തിനാ ചിരിക്കണത്? അല്ല ഒന്നുമില്ല, ഞാനത് കേട്ട് ചിരിച്ചാന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോ അലീന പറഞ്ഞു, ഓ നേരത്തെ ഇവിടെ ഒരു മനുഷ്യൻ നിന്നില്ലേ എന്റെ അച്ഛനെന്ന് പറയുന്നത്, അയാൾ ശരിക്കും ഒരു കടുവയാ. കടുവയോ? അല്ല ഞാനങ്ങോട്ട് പറഞ്ഞതാ. അത് കേട്ടത് അവധി കുടിച്ചാൻ പറഞ്ഞു, എന്റെ ചെറുപ്പത്തിലെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആ സ്വഭാവം തന്നെ ലാലിച്ചിന് കിട്ടിയിരിക്കുന്നത്. ഓഹോ, അപ്പൊ ഈ കുടുംബത്തിൽ 2 കടവുകൾ ഉണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേലും അവധി കുടിച്ചാൻ വീണ്ടും ചിരിക്കുകയാണ്. പിന്നീട് അവധി കുടിച്ചാൻ അലീനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുക. എന്തിന്? അല്ല എനിക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാന്ന്. ആദ്യമായിട്ടാ നിന്നെ ഞാൻ കാണുന്നേ. നിന്നെ ഇവിടെ നിന്ന് എങ്ങനെയാലും പറഞ്ഞു കൊണ്ടെന്ന് കരുതി വന്നവനാ. പക്ഷെ എങ്കിലേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ സ്വഭാവം മാറിയതുണ്ടോ? പണ്ടതുകൊണ്ട് ആരോടും എനിക്ക് വലിയ മമതയൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അലീനെ ഒന്ന് നോക്കി. അലീന ചോദിച്ചു, അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം അത് കുടിച്ചാനൊന്നും മടിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല ലാലിച്ചൻ എങ്ങനെയാ, നിന്നോട് ഇഷ്ടമാണെന്ന് ചോദിച്ചു. അതെന്താ അപ്പച്ചൻ അങ്ങനെ ചോദിച്ചേ? അല്ല സാധാരണഗതിയില് അവന് ആരോടും അത്ര വലിയ മമതയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവനാ. എന്നോട് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതെന്താ അപ്പച്ചൻ അങ്ങനെ പറഞ്ഞേ? അല്ല ചോദിച്ചെന്നുള്ളൂ. പക്ഷേ ഈ മുറിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കുമെന്ന്. കാരണം
നമ്മൾ അവനെ സ്നേഹിച്ച് ചെയ്യുമ്പോൾ അവൻ ചിലപ്പോൾ നമ്മളോട് ദേഷ്യത്തോടെ ആയിരിക്കും സംസാരിക്കുന്നത്. ദേഷ്യപ്പെടുന്ന സമയത്ത് അവൻ ചിലപ്പോൾ നമ്മളോട് സ്നേഹത്തോടെ ആയിരിക്കും സംസാരിക്കുന്നത്. അതാണ് അവന്റെ സ്വഭാവം. അതുകൊണ്ട് ഞാൻ അവനോട് അധികം ഒന്നും അങ്ങനെ അടുപ്പം കാണിക്കാനൊന്നും പോവാറില്ല. കാര്യം പറഞ്ഞ സ്വന്തം മോനൊക്കെ തന്നെയാ. എന്നാലും എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവനോട് എന്തെങ്കിലുമൊക്കെ പറയും. അതുപോലെ തന്നെ അവൻ തിരിച്ചു എന്നോടും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഒരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് അവതക്കുടിച്ചാനെ നോക്കുന്നത്. പിന്നീട് അലീന ചോദിച്ചു, അല്ല എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വന്നിട്ട് പറഞ്ഞു വിടുന്നൊന്നും ഇല്ലേ? ഓ, ഞാനല്ലോ തീരുമാനം എടുക്കണ്ടേ, ലാലിച്ചനല്ലേ? അങ്ങനെയല്ലല്ലോ. അപ്പച്ചൻ വന്നു കഴിയുമ്പോ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നൊക്കെയാണല്ലോ. മോളെ അതൊന്നും ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞു. അതെ, മോളെ നിന്നും എന്നെ വിളിക്കണ്ട. ചിലപ്പോ ഈ വിളിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ചിലപ്പോ പോകാനൊന്നും തോന്നിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവതക്കുടിച്ചാൻ ഒന്ന് പരിങ്ങി. പിന്നീട് ചോദിച്ചു, അല്ല നിനക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? ചായയൊക്കെ വെക്കാൻ അറിയാം. അല്ല എങ്കിൽ ഒരു ചായ എടുത്തിട്ടുണ്ടോ? അല്ല ഞാനിവിടെ അടുക്കളയ്ക്ക് ഒരു ചായ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കേരള സാബിന് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അതൊന്നും സാരമില്ല, നീ പോയി എടുത്തോണ്ട് പോരെ, ഞാൻ നോക്കിക്കോളാം. അവൻ എന്തേലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അലീന അടുക്കളയിലേക്ക് പോവാണ്. അവതക്കുടിച്ചാൻ അനുഭവം തോന്നി തന്നോട് തന്നെ. കാരണം താൻ എന്താ ഇങ്ങനെ ആയെന്ന് ഇവളെ പറഞ്ഞു വിടാനായിട്ട് വന്ന. പക്ഷെ അവതക്കുട്ടിച്ചാൻ ആകെപ്പാടാ വല്ലാതെ ആയിപ്പോയി. അലീനയുടെ മുന്നില് അങ്ങനെ ഒന്നും വല്ലാതായി തീർന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.